Good afternoon. Okay. Shilpa, Shabana's face. Okay, അപ്പൊ നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മുടെ ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ ഇല്ലേ? ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലെ ഒരു സർവീസ് ആണ് ഈ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ക്യാൻറ്റീൻ പോലുള്ള സർവീസുകൾ ഒക്കെ കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിലെ ഫുഡൊക്കെ തരുന്നത് അങ്ങനെയുള്ളതാണ് ഡയറ്ററി എന്ന് പറയുന്നത്. അതായത് ഡയറ്ററി സർവീസ് മീൻസ് പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു പേഷ്യന്റ് അക്കോർഡിംഗ് ടു ആൻ ഓർഡർ. അവർക്ക് ഓർഡർ അനുസരിച്ച് പേഷ്യന്റിന് ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലെ ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മളിപ്പോ മിക്ക ഹോസ്പിറ്റലുകളിലും നിങ്ങൾക്ക് അറിയാം, ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പേഷ്യൻസിന് അഡ്മിറ്റ് ആയിട്ടുള്ളവർക്കും നമ്മുടെ വിസിറ്റേഴ്സിനും സ്റ്റാഫിനും ഒക്കെ കഴിക്കാൻ വേണ്ടി അവിടെ തന്നെ ഒരു ഫുഡ് അല്ലെ ക്യാൻറ്റീൻ പോലെയുണ്ട്. ഇപ്പൊ പുറമേ ഉള്ള നമ്മള് കഴിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നൊക്കെ കുറച്ചും കൂടി എന്താ കോസ്റ്റ് ഒക്കെ കുറവായിട്ട് ഹോസ്പിറ്റലുകളിലോട്ടും പുറത്തുനിന്ന് വന്നവർക്കും ഒക്കെ സർവീസ് കൊടുക്കുന്നവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞത്. ഡയറ്ററി എന്ന് പറഞ്ഞ ഭക്ഷണക്രമം എന്നാണ് കേട്ടോ ഡയറ്ററി. അതിനകത്ത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ലൈൻ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഡയറ്ററി സർവീസ്. Dietary service means providing providing food 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 and drink to a patient according to an order. ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞത്. ഡയറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ഒന്നുകൂടി പറയാം. ഡയറ്ററി സർവീസ് മീൻസ് providing food 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 and drink to a patient according to an order. Okay, ഇത്രയും മനസ്സിലാക്കി വെക്കുക. നമ്മള് ഹോസ്പിറ്റലിലെ പേഷ്യൻസിനും അവിടുത്തെ വിസിറ്റേഴ്സിനും സ്റ്റാഫിനും ഒക്കെ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻട്രൊഡക്ഷൻ നോക്കാം നമുക്ക്. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് മീൻ is a service that meets the needs of patient coming from outside regarding diet recommendation and food counseling based on their needs while taking their kind and nature of disease consideration. ഇപ്പൊ എന്താ ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്? അത് നമ്മള് the needs of patient coming from outside, അതായത് നമ്മൾ പുറമേ നിന്ന് വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മൾ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്കും പേഷ്യൻസിനും വിസിറ്റേഴ്സിനും ഒക്കെ എന്താണ് നമ്മൾ അവർക്ക് ഇപ്പൊ പേഷ്യന്റിന്റെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് ഫുഡ് വെറുതെ നമ്മൾ കൊടുക്കല്ല ചെയ്യുന്നത്. അവർക്ക് എന്തിനെ സംബന്ധിച്ച് റിഗാർഡിങ് ഡയറ്റ് റെക്കമെൻഡേഷൻ ആൻഡ് ഫുഡ് കൗൺസിലിംഗ്. ഇപ്പൊ നമ്മൾക്ക് അറിയാം, ചില രോഗങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ ചില രോഗങ്ങൾക്ക് നമ്മുടെ മെഡിസിൻ മാത്രമല്ല ശരിക്കും അറിയുന്നത്, നമ്മൾ ഫുഡും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതാണ് അല്ലെ. ഒരു നമുക്ക് പ്രമേഹമാണ്, ഷുഗർ ഉള്ള ഒരു പേഷ്യന്റ് ആണ്, അവർക്ക് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഷുഗർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ രോഗം പെട്ടെന്ന് മാറില്ല അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യണം? അവരുടെ ഭക്ഷണവും കൂടി കൺട്രോൾ ചെയ്യണം
ഇപ്പോ എല്ലാ ഹോസ്പിറ്റലുകളിലല്ല, എന്നാൽ ചില ഹോസ്പിറ്റലുകളിലൊക്കെ എക്സാമ്പിൾ ആയിട്ട് അമൃത ഹോസ്പിറ്റൽ കേട്ടിട്ടില്ലേ? അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അമൃത ഹോസ്പിറ്റൽ. അമൃത ഹോസ്പിറ്റലിലൊക്കെ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഉണ്ട് എങ്കിലും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ ഡയറ്റ് അല്ലെങ്കിൽ ആ ഡോക്ടറിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ ഓരോ ഇൻഡിവിജ്വലിനും അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് രോഗം, എന്റെ ഡിസീസ് എന്താണ്, ഐലറ്റ് ഹോസ്പിറ്റൽ ശരിയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പെട്ടെന്ന് വായില് വന്നത് ഞാൻ പറഞ്ഞു എന്നുള്ള അമൃതാണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്റെ രോഗം എന്താണ്, എന്താ എനിക്കിപ്പോ എന്തൊക്കെയാണ് എനിക്ക് ഓൾറെഡി ആ ഒരു രോഗത്തിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് എനിക്ക് കഴിക്കാൻ പറ്റുന്നത്, എന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് രോഗമാണ്, അതിന്റെ നേച്ചർ എന്താണ്, സ്വഭാവം എന്താണ് എന്നതിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു ഡയറ്റ് റെക്കമെൻഡേഷൻ അനുസരിച്ച് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അതായത് ആ ഓരോ പേഷ്യന്റിനും കുറച്ച് ലേറ്റ് ആയി ഇല്ല, നമ്മൾ ജസ്റ്റ് തുടങ്ങിയുള്ളൂ കേട്ടോ, സ്റ്റാർട്ട് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. എന്താ അപ്പൊ നമ്മള് ഓരോ ഇൻഡിവിജ്വലിന് അവര് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തർക്കുടെയും അവരുടെ രോഗം എന്താണ്, അതിന്റെ സ്വഭാവം എന്താണ്, ഇതിനെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഒരു നല്ലൊരു ഡയറ്റീഷ്യന്റെ അല്ലെങ്കിൽ നമുക്ക് ആ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഡോക്ടറിന്റെ ഒക്കെ റെക്കമെൻഡേഷൻ അനുസരിച്ച്, ഡയറ്റീഷ്യന്റെ ഒക്കെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് അവര് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ മെഡിസിന്റെ ഒപ്പം തന്നെ ഫുഡിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൺട്രോള് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദെയർ അവിടെ പറയുന്നുണ്ട് അവർക്കുടെ നീഡ് എന്താണ്, ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ് while taking their kind and the nature of disease consideration. ആ രോഗത്തിന്റെ സ്വഭാവം എന്താണ്, നേച്ചർ എന്താണ്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഒരു ഡയറ്റ് റെക്കമെൻഡേഷനെ സംബന്ധിച്ച് നമുക്ക് പേഷ്യൻസിന് ഫുഡൊക്കെ തരുന്ന ഒരു സർവീസ് ആണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. It is the most significant hospital supportive service. ഇത് ഹോസ്പിറ്റലിന്റെ എന്താ ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് അല്ലെ? അവർക്ക് രോഗം മാറാനായിട്ട് ഡോക്ടർ മരുന്ന് കൊടുക്കുന്നുണ്ട്, അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ഫുഡിലും കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ? ചിലർക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ്, ചിലപ്പോൾ ഭക്ഷണത്തിൽ നമ്മുടെ ആ ഒരു നമ്മൾ സാധാരണ നമ്മൾ ഫോളോ ചെയ്ത് നമ്മുടെ ഡെയിലി റുട്ടീനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ കഴിക്കാൻ പാടാത്ത ഫുഡ് ചിലപ്പോൾ നമുക്ക് കഴിക്കണ്ടാവും. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ അതിനെ മാറ്റി നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള എല്ലാ കലോറി, എല്ലാ ന്യൂട്രിയൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണമാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് തന്നെ ഹോസ്പിറ്റലിലെ ഇതെന്താന്ന് പറയാൻ നമുക്ക് ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ്. അസിസ്റ്റിംഗ് ഇൻ ദ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഡയറ്റ്സ് ക്രിയേറ്റഡ് യൂസിംഗ് സയൻസ്. റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുക, നമ്മുടെ ഹെൽത്ത് വീണ്ടെടുക്കുക അല്ലെ? നമുക്ക് രോഗം വരുമ്പോൾ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും. അപ്പൊ എന്ത് ചെയ്തു, മരുന്നും അതുപോലെ തന്നെ എന്താണ് ഈ ഫുഡൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഉൾപ്പെടുന്ന രീതിയിലുള്ള ഫുഡൊക്കെ തന്ന് നമുക്കുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഇതിൽ കൂടെയാണ് ഇൻ ദ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഡയറ്റ് ക്രിയേറ്റഡ് യൂസിങ് സയൻസ്. സയൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഡയറ്റിൽ കൂടെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന സപ്പോർട്ടീവ് സർവീസ് ആണ്. Educating the patient who are receiving treatment at the hospital regarding use and the benefits of various food and healthy diet. Okay, അപ്പൊ പേഷ്യൻസിനെ ഇപ്പൊ എല്ലാവർക്കും ഒന്നും അറിവുണ്ടാവണമെന്നില്ല അല്ലെ? ഓരോ വൈറ്റമിൻസ് ഏതാണ്, നമ്മൾ കഴിക്കേണ്ട ബാലൻസ്ഡ് ഫുഡ് എന്താണ്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആ ഒരു പേഷ്യന്റ് അവിടെ ട്രീറ്റ്മെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളെന്താ അതിന്റെ ബെനിഫിറ്റ് എന്താണ്, നമ്മളിപ്പോ ഇങ്ങനെയുള്ളൊരു നമ്മള് എന്താ പറയാ ഇങ്ങനെയുള്ള നല്ലൊരു ഫുഡ് കഴിക്കണേന്റെ അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു പേഷ്യന്റിന് എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളോ ഒക്കെ നമുക്ക് ഫുഡിന്റെ പ്രാധാന്യത്തെ കുറിച്ചോ ഒക്കെ നമ്മൾ ഇതിന്റെ കീഴിലെ ഡയറ്ററി സർവീസിന്റെ കീഴിൽ വല്ല പ്രോഗ്രാമുകളോ സെമിനാറുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർക്ക് സംഘടിപ്പിക്കാൻ പറ്റും. അങ്ങനെ എന്താണ് ആ പേഷ്യൻസിനും ഇപ്പൊ ഡയറ്റീഷ്യൻ, ഇപ്പൊ നമ്മൾ മിക്ക ഹോസ്പിറ്റലുകളിലും ഉണ്ട് ഡയറ്റീഷ്യൻ അല്ലെ?
അപ്പൊ നമുക്ക് അസുഖം വരുമ്പോ അവരെയും കൂടി കണ്ടു കഴിഞ്ഞാൽ അവര് പറഞ്ഞു തരും നമ്മുടെ ഈ രോഗത്തിനനുസരിച്ച് ഏതൊക്കെ ഫുഡ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതൊക്കെ. എന്താ അവിടെ പേഷ്യൻസിന് ഒരു എഡ്യൂക്കേഷൻ നൽകുന്നു. ആ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ പേഷ്യൻസിന് നമ്മുടെ ആ ഡയറ്റിന്റെ പ്രാധാന്യം എന്താണ്, അതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ് ഗുണം എന്താണ്, ഉപയോഗം എന്താണ്, പലതരത്തിലുള്ള ഫുഡുകള്, ഹെൽത്തി ഡയറ്റ് ഇതൊക്കെ എന്താണ് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങള് എന്നതിനെ കുറിച്ച് പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു, ഒരു എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. പിന്നെ അതിനകത്ത് തന്നിട്ടുണ്ട് ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടെയ്ൻ adequate amount of all the necessary nutrients required for the healthy growth and activity. നമ്മുടെ ഹെൽത്തി നമ്മുടെ ശരിയായ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ്, നെസസറി എന്ന് വെച്ചാൽ അത്യാവശ്യമായിട്ടുള്ള നെസസറി ന്യൂട്രിയൻസ് എല്ലാം കറക്റ്റ് അളവില്, അഡിക്വേറ്റ് കൃത്യമായിട്ടുള്ള അളവില് അടങ്ങിയിട്ടുള്ള ആ ഭക്ഷണം, അതാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ രോഗത്തിനും നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അത് കറക്റ്റ് അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതാണ് ഹെൽത്തി ഡയറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. A nutritious diet is one that promote or maintain good health. ഒരു നല്ലൊരു ഡയറ്റ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നു, പ്രൊമോട്ട് ഓർ മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്, നല്ല ഒരു ആരോഗ്യം പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, പ്രോത്സാഹിപ്പിക്കുക. നല്ല ഒരു ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ നിലനിർത്തുന്നതിനോ ഉള്ള ഒന്നാണ് നല്ലൊരു എന്താ പറയാ ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നല്ലൊരു ഡയറ്റ്, ഒരു പോഷകാഹാരപ്രദമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം, ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറഞ്ഞത് എന്താണ്, നല്ലൊരു ആരോഗ്യം നിലനിർത്തുന്നതിനോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതോ ഉള്ള ഒന്നാണ് ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആരെങ്കിലും ഡയറ്റീഷ്യന്റെ ഒക്കെ നിർദ്ദേശമനുസരിച്ച് ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്ത് കഴിക്കുന്നവരൊക്കെ ഉണ്ടോ? ഇങ്ങനെ ഡയറ്റ് നോക്കുന്നവരുണ്ടോ? ചിലപ്പോ ഓവർ വെയിറ്റ് ഉള്ളവരുണ്ടാവും, വല്ല രോഗങ്ങൾ വന്നിട്ട് ഉള്ളവരുണ്ടാവും. അങ്ങനെയൊക്കെ ആരെങ്കിലും ചിലർക്ക് ഇങ്ങനെ വേഗമൊക്കെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഡയറ്റ് അങ്ങനെ ഡയറ്റീഷ്യൻ ഇല്ല, ഡയറ്റീഷ്യന്റെ നിർദ്ദേശം അനുസരിച്ചൊന്നും ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നവരൊന്നും ഇല്ല. ഓക്കെ, ആരുമില്ല. എന്തായാലും പറഞ്ഞേക്കുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് നല്ലൊരു ഗുഡ് ഹെൽത്ത് എന്ന് പറഞ്ഞ വലിയ കാര്യമില്ലേ. നമുക്ക് എല്ലാത്തിനും നമുക്കൊരു നല്ലൊരു ആരോഗ്യം വേണം. അത് നമുക്ക് നല്ലൊരു ഡയറ്റിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡയറ്ററി സർവീസ് അതൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഡയറ്ററി സർവീസ് അല്ലെ എന്താണെന്നുള്ളത് നമ്മൾ ആ സെന്റൻസ് എഴുതിയതിൽ ഉണ്ട്. ഫുള്ള് കൺവീനിങ് ആയിട്ട് ചോദിക്കൂല, പക്ഷെ നമുക്ക് ഹോസ്പിറ്റലിൽ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് സർവീസ് ആണെന്ന് ചോദിക്കാം. പറയാലോ, ഡയറ്ററി സർവീസ് ആണെന്ന് നമുക്ക് പറഞ്ഞു. പിന്നെ അവിടെ എന്താണ് ആ ഡിസീസിന്റെ നേച്ചർ എന്താണ്, ഏത് രോഗമാണ് എന്നതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് അവിടെ ഏത് ഫുഡ് കൊടുക്കണം അതൊക്കെ അനുസരിച്ചാണ് അവിടെ കൊടുക്കുന്നത് എന്നാ പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഹെൽത്തി ഡയറ്റ്, അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടു കേട്ടോ. Contain adequate amount of all necessary nutrients required for healthy growth and activity. അതിനെയാണ് ഹെൽത്തി ഡയറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. A nutritious diet is one that promote or maintain dash. എന്തിനു വേണ്ടിയാ? ഗുഡ് ഹെൽത്ത്. ഇതൊരു പ്രാവശ്യം എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. A nutritious diet is one that promote or maintains dash. എന്താണ്? ഗുഡ് ഹെൽത്ത്. ഓക്കെ, ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ് അതും നോട്ട് ചെയ്തിട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡയറ്ററി സർവീസ്. ഫസ്റ്റ് എന്താണ്? ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ്, ഡിലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽസ്. ന്യൂട്രീഷ്യസ് എന്ന് വെച്ചാൽ എന്താ? നല്ല ന്യൂട്രിയൻസ് ഉള്ള, പോഷകാഹാരപ്രദമായിട്ടുള്ള. ഡിലീഷ്യസ് എന്താ മീനിങ്? നമ്മൾ പറയും നമ്മളൊരു ഫംഗ്ഷൻ ഒക്കെ പോയിട്ട് ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഓ മാർവലസ്, നല്ല ഡിലീഷ്യസ് ആയിരുന്നു. എന്താണ് ഡിലീഷ്യസ് എന്ന് പറഞ്ഞാൽ? എന്താ? രുചികരമായ, നല്ല സ്വാദുള്ള. ഡിലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽ, നല്ല ഹെൽത്തി ആയിട്ടുള്ള മീൽ, ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇത് കണ്ടാൽ അറിയാലോ ഹെൽത്തി നമ്മളെ ഡയറ്ററി സർവീസിന്റെ ഒബ്ജക്റ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്തതാണോ ഇല്ലയോ എന്നാണ് ഈ ഒരു സെക്ഷനിൽ ചോദിക്കുള്ളൂ.
ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡഡ്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ്. ഒന്നാമത്തെ സെന്റൻസ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്താണ്, പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഡിലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽ വൈൽ റിറ്റെയിനിങ് എ ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ. ഇനി അതെങ്ങനെയാ അവര് പ്രിപ്പയർ ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് എങ്ങനെയാ, നമ്മൾ വൃത്തിയില്ലാതെയൊക്കെയാണോ, എങ്ങനെയാ, നല്ല ഹൈജീനോടുകൂടി നല്ലൊരു ഹൈജീൻ നിലനിർത്തിക്കൊണ്ട് വെച്ചാൽ പേഷ്യൻസിന് കൊടുക്കാനുള്ളതാണ് അല്ലെ, പേഷ്യൻസിന് അസുഖമുള്ളവർക്കൊക്കെ കൊടുക്കാനുള്ളതാണ്. അതേപോലെ തന്നെ നല്ല നീറ്റായിട്ട് എല്ലാം നല്ല വൃത്തിയിലാക്കി നല്ല ഹൈജീനോട് കൂടി ഹൈജീനിക് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇത് ഉണ്ടാക്കണം അല്ലെ. പ്രൊഡക്ഷൻ ഡെലിവറി സാനിറ്റേഷൻ ടു ഓൾ പേഷ്യൻസ്. പിന്നെ അതുപോലെ തന്നെ ഡെലിവറി ചെയ്യുമ്പോഴും അതെ, നമ്മൾ തോന്നിയ രീതിയിലൊന്നും കൊണ്ടുവരാൻ പാടില്ല. അത് നിങ്ങൾക്ക് അറിയാം, അത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ മീല് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ ഡെലിവറി ചെയ്യുമ്പോഴും അതെ, എല്ലാം നല്ല കവേർഡ് ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് നമ്മളത് പേഷ്യൻസിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇപ്പൊ വാർഡിലൊക്കെ ആണെങ്കിൽ, വാർഡിലല്ല, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ ആ പേഷ്യൻസിന് നമ്മൾ ഓർഡർ ചെയ്താൽ അവിടെ നിന്ന് ഫുഡ് കൊണ്ട് തരും അല്ലെ. ഫുഡ് ആ കറക്റ്റ് സമയത്തിന് അവര് ഓരോ പേഷ്യൻസിനും ഡെലിവറി ചെയ്യും. അതും എങ്ങനെയാണ്, നല്ല ഹൈജീനോട് കൂടിയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. ഇവാലുവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, വിലയിരുത്തുക. അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനിങ്, ഡയറ്റ് ആസൂത്രണവും എങ്ങനെയൊക്കെ എന്തെല്ലാം ഫുഡ് എടുക്കണം അല്ലെങ്കിൽ അതിനെയൊക്കെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തുക. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റില് എന്തൊക്കെ കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ ഡയറ്റ് ആസൂത്രണം ചെയ്യുക. എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, എല്ലാ കാര്യങ്ങളും. ഇനി കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. കലോറി നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള എത്ര കലോറി കുറിച്ചും വേണമല്ലോ. അതും നമുക്ക് എത്രത്തോളം ന്യൂട്രിയൻസ് നമുക്ക് വേണം, നമുക്ക് എത്രത്തോളം കലോറി ആവശ്യമുണ്ട്, അതും ന്യൂട്രീഷണൽ കെയർ, നമുക്ക് നല്ല പോഷകാഹാരം, നല്ല രീതിയിലുള്ള ഒരു പരിചരണവും ഒക്കെ എന്ത് ചെയ്യുന്നു, ആസൂത്രണം ചെയ്യുന്നു. ഇത് അവര് കണക്കിലെടുക്കുന്നു. കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. പോഷകാഹാര ആസൂത്രണവും കലോറി നീഡ്സും കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആസൂത്രണം ചെയ്യുന്നു, കണക്കിലാക്കുന്നു. Then പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റന്റ് ഫോർ പേഷ്യൻസ്. കണ്ടോ, ഇത് ശ്രദ്ധിക്കാം. പേഴ്സണലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആണ്. ഓരോ ഇൻഡിവിജ്വലിനും എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വരുന്ന അസുഖമായിരിക്കില്ല വേറെ ആൾക്ക് അല്ലെ. ഇപ്പൊ ഞാനും ചിന്നു ഒരുമിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. എനിക്ക് വന്ന അസുഖമല്ല ചിലപ്പോ ചിന്നുവിന് ഉണ്ടാവുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെയാണ് ഫുഡ് എല്ലാം തരുന്നേ. എന്താ, എന്റെ രോഗം എന്താണെന്ന് നോക്കി എനിക്ക് എന്തൊക്കെ ഫുഡാണ് എന്റെ ആ രോഗത്തിന്, അതും കൂടി നമ്മൾ പറഞ്ഞല്ലോ, ഡിസീസ് കൂടി കൺസിഡർ ചെയ്യും. എന്ത് രോഗമാണ് എന്താണെന്ന് നോക്കി അതനുസരിച്ചുള്ള ഫുഡായിരിക്കും എനിക്ക് വേണ്ടത്. പക്ഷെ ആ മെനുവിന് ചിന്നുവിന് എന്തെങ്കിലും വേണമെങ്കിൽ അതിന് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതായത് ഓരോ ഇൻഡിവിജ്വലിനും എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ ന്യൂട്രീഷണൽ അസിസ്റ്റന്റ് ഫോർ പേഷ്യന്റ്, ഇൻഡിവിജ്വൽ കെയർ കൊടുക്കുന്നുണ്ട്. Then OP and IP diet counseling. OP എന്ന് പറഞ്ഞാൽ outpatient, IP inpatient. OP outpatient, inpatient ഡയറ്റ് കൗൺസിലിങ്ങുകളും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ OP-യിൽ വന്നവർക്ക്, ഇൻപേഷ്യന്റ് ആയിട്ടുള്ളവർക്ക്, അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഡയറ്റ് കൗൺസിലിംഗ് നൽകാം. ഓക്കെ. ദെൻ ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തോടെ. ഡയറ്ററ്റിക്സ് ഈ വേർഡ് ഇനിയും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ എ ബ്രാഞ്ച് ഓഫ് നോളേജ്, എ ബ്രാഞ്ച് ഓഫ് നോളേജ് concerned with the diet. A branch of knowledge concerned with the diet. ഭക്ഷണത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച്, അതാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. A branch of knowledge concerned with the diet. അപ്പൊ ഡയറ്ററ്റിക്സിലെ നമുക്ക് ഐറ്റം, എന്തൊക്കെ ഐറ്റം ആണ് അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. ഭക്ഷണക്രമത്തിലെ ഐറ്റത്തിനുള്ള ഒരു പരിശീലനം, ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പൊ എന്തൊക്കെ ഫുഡൊക്കെയാണ് അതിനെ ഉൾപ്പെടുത്തേണ്ടത്, ഓരോത്തിലും ഓരോ ഐറ്റത്തിലും ഏതൊക്കെ രീതിയിലുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തണം, അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളും കൊടുക്കുന്നുണ്ട്.
ഇതെല്ലാം ഒബ്ജക്റ്റീവ്സിൽ തന്നെയാണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തിടണം. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ ഡയറ്ററി സർവീസിന്റെ ഒബ്ജക്റ്റീവിൽ ഇൻക്ലൂഡ് ചെയ്തതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണോ എന്നൊന്ന് മനസ്സിലാക്കാലോ. ഫുള്ള് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ നിങ്ങൾ നോക്കുക. ഒന്നാമത്തേത് നോക്കുമ്പോൾ തന്നെ അറിയാം സെന്റൻസ് ഇത് തന്നെയായിരിക്കും. ന്യൂട്രീഷ്യസ് ഡിലീഷ്യസ് ഹെൽത്തി മീൽ പ്രൊവൈഡ് ചെയ്യുക, ഡയറ്റ് പ്ലാനിങ് വാല്യുവേഷൻ ചെയ്യുക, ഡയറ്റ് പ്ലാനിങ് ഡയറ്റ് ആസൂത്രണം ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ കലോറി ആവശ്യകതകളൊക്കെ നോക്കുക, ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ് പോഷകാഹാര ആസൂത്രണം ചെയ്യുക, പിന്നെ ഇൻഡിവിജ്വൽ ന്യൂട്രീഷണൽ അസിസ്റ്റന്റ് കൊടുക്കുന്നുണ്ട് പേഷ്യൻസിന്, ഓരോ ഇൻഡിവിജ്വലിന് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, OP ആൻഡ് IP ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, ഡയറ്ററ്റിസ്റ്റിന് ഐറ്റത്തിനുള്ള പരിശീലനം ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ പോയിന്റ്സ്? 6 പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ അറിയാലോ, അത്രയും മതി. ഫുള്ള് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. ഇത് കാണുമ്പോൾ ആൻസർ അവിടെ ഉണ്ടല്ലോ, ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രം മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് ഡയറ്റീഷ്യൻ ആണ്. ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാരാ? ഡയറ്റീഷ്യൻ ആരാ? നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ ഡയറ്റീഷ്യൻ ഉണ്ടാവുക. അപ്പൊ നമ്മള് എന്താ പറയാ രോഗം എന്താന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഫുഡൊക്കെ ഏതൊക്കെ ഫുഡ് അവരുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ അറിവുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഡയറ്റീഷ്യൻസ് ആർ ഹെൽത്ത് പ്രൊഫഷണൽ ഐഡിയലി സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിങ്. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക, ഇംപ്ലിമെന്റിങ്. ആൻഡ് ഓൾട്ടറിങ്. ഓൾട്ടറിങ് എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യുക. Good routines of an individual or population. ഒരു ഇൻഡിവിജ്വലിന്റെയോ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന്റെയോ ഒക്കെ അവരുടെ ആ റുട്ടീൻ നമ്മള് സ്ഥിരം കഴിക്കുന്ന ഒരു ഭക്ഷണക്രമം ഉണ്ടല്ലോ, അതില് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മാറ്റം വരുത്താനോ കഴിവുള്ള ഹെൽത്ത് പ്രൊഫഷണലെയാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഡയറ്റീഷ്യൻസ് ആർ ഹെൽത്ത് പ്രൊഫഷണൽ. എന്തുണ്ട്? അപ്പൊ ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്ന ഒരു ഭക്ഷണക്രമത്തില് ചിലപ്പോ എന്റെ ഒരു രോഗം വെച്ചിട്ട് അല്ലെങ്കിൽ എന്റെ ഒരു ശരീരപ്രകൃതി വെച്ചിട്ട് എനിക്ക് ചിലപ്പോ ഒഴിവാക്കേണ്ട ചിലപ്പോ കാര്യം ഉണ്ടാവും. അപ്പൊ നമുക്കറിയാൻ പറ്റില്ല അത്. അപ്പൊ ഡയറ്റീഷ്യന്റെ അടുത്ത് ചെല്ലുമ്പോ അദ്ദേഹം നമ്മുടെ ഇപ്പൊ ഞാൻ കഴിക്കുന്ന എന്റെ ആ റുട്ടീൻ അതിൽ നിന്ന് എന്തൊക്കെ അധികം ഒഴിവാക്കണം, അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് നടപ്പിലാക്കാം. എക്സ്ട്രാ എനിക്ക് ചിലപ്പോ എന്റെ ആ റുട്ടീനിൽ ഞാൻ ഉൾപ്പെടുത്തേണ്ട ചില ഭക്ഷണം ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ കഴിക്കുന്ന നമ്മുടെ ആ ഒരു ഭക്ഷണക്രമത്തില് എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന വേണ്ടാറുള്ളത് അതിനെന്തെങ്കിലും മാറ്റം വരുത്താനും ഒക്കെ കഴിവുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. ഫസ്റ്റ് ലൈൻ dietitians are health professional ideally skilled in implementing and altering good routines of an individual or population. A dietitian is one who manages the preparation of therapeutic or other diet for individuals or groups in hospital, institution and other establishment and for workers in a particular sector. അവിടെ full stop ഇട്ടോ. ഫുള്ള് അത് ആ ഒരു പാരഗ്രാഫ് ഫുള്ള് ഒറ്റ സെന്റൻസ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് പറയാം. അപ്പൊ നിങ്ങൾക്കും അത് ക്ലിയർ ആവും. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഡയറ്റീഷ്യനെ കുറിച്ച് തന്നെയാണ് കേട്ടോ ഇതിനകത്ത് പറയുന്നത്. ഇപ്പൊ ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഹോസ്പിറ്റലുകളിലോ അവിടെ തുടങ്ങി നോക്കിയേ, ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ മറ്റുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങള് മറ്റുള്ള സ്ഥാപനങ്ങളിലോ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ ഹോസ്പിറ്റലിലോ ഉള്ള വർക്കേഴ്സ് ജോലിക്കാരോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ സെക്ടർ ലാൻഡ് ഫോർ വർക്കേഴ്സ് ഇൻ പർട്ടിക്കുലർ സെക്ടർ ഒരു പ്രത്യേക സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ജോലിക്കാർക്കോ അവരൊക്കെ എന്നിവയിലുള്ള വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പോ ഇൻഡിവിജ്വലിനാവട്ടെ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്കാവട്ടെ അവർക്കുള്ള ഭക്ഷണക്രമം അവർക്ക് വേണ്ടിയുള്ള ഒരു ഭക്ഷണക്രമം പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ മാനേജ് ചെയ്യാനും കഴിവുള്ള ആളാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അത് അവരുടെ ഭക്ഷണക്രമം തയ്യാറാക്കുന്നത് നിയന്ത്രിക്കുന്ന ആളാണ് ഡയറ്റീഷ്യൻ. The one who manages the preparation of therapeutic or other diets. ചികിത്സാപരമായിട്ട് തെറാപ്യൂട്ടിക് എന്ന് വെച്ചാൽ ചികിത്സാ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഡയറ്റോ മൂലം ഒരു
ഹോസ്പിറ്റലുകളിലെയോ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരുടെയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ആവട്ടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ആവട്ടെ ഭക്ഷണക്രമം തയ്യാറാക്കുന്നതിനും അതിന് മാനേജ് ചെയ്യുന്നതിനും കഴിവുള്ള ആളുകളാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് നോക്കാം. ഹി ഇൻസ്ട്രക്ട് in selection and the proper preparation of food as per dietetic principles. അത്രയും ഫുൾ സ്റ്റോപ്പ് ഇടാം കേട്ടോ. അത് അടുത്ത സെന്റൻസ് ആക്കി പറയാം നമുക്ക്. അപ്പൊ ഈ ഭക്ഷണ തത്വം അനുസരിച്ച് നമുക്ക് ഏതൊക്കെ സെലക്ട് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും ഒക്കെ കഴിവുള്ള ആളുകൾ അതിന് ഇൻസ്ട്രക്ട് ചെയ്യാന്ന് വെച്ചാൽ നിർദ്ദേശിക്കുക. ഡയറ്റീഷ്യന്മാര് ഈ ഭക്ഷണ തത്വങ്ങൾ അനുസരിച്ച് ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഭക്ഷണം തിരഞ്ഞെടുക്കാനും അല്ലെങ്കിൽ തയ്യാറാക്കുന്നതും നിർദ്ദേശിക്കുന്നു. ഇപ്പൊ നമ്മുടെ രോഗമാണെങ്കിൽ നമ്മളോട് ഇന്ന ഭക്ഷണങ്ങള് നമ്മൾ തിരഞ്ഞെടുക്കണം, ആഹാരത്തിൽ ഇന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം, അത് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ അതനുസരിച്ച് പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് തന്നെ അത് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഇനി he discharges duties connected with the nutritious program. കണ്ടോ, പോഷകാഹാരം ഒക്കെ ആയിട്ട് ഈ ന്യൂട്രീഷൻ പ്രോഗ്രാം പോഷകാഹാരവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ അത് നടത്താനുള്ള ചുമതലകൾ അദ്ദേഹം നിർവഹിക്കുന്നു. ഈ ഡിസ്ചാർജസ് നിർവഹിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. പെർഫോം നിർവഹിക്കുക എന്നുള്ള മീനിങ് ആണ് ഡിസ്ചാർജസ് എന്ന് പറയുന്നത്. ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷൻ പ്രോഗ്രാം. ന്യൂട്രീഷൻ പ്രോഗ്രാം ഒരു പോഷകാഹാരമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യുന്നു, ആ ഒരു ചുമതലകൾ അത് അദ്ദേഹം നിർവഹിക്കുന്നു. ലാസ്റ്റ് നോക്കി അതിനകത്ത് പറഞ്ഞത് and may be liable for food purchasing on behalf of an organization or establishment. ഒരു ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു സ്ഥാപനത്തിന്റെയൊക്കെ പേരില് ഫുഡ് പർച്ചേസ് ചെയ്യാൻ ബാധ്യതയുള്ള ഒരാളായിരിക്കും ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ലേബൽ എന്ന് വെച്ചാൽ ബാധ്യതയുള്ള. ഫുഡ് പർച്ചേസ് ചെയ്യാൻ ബാധ്യതയുള്ള ഒരാളായിരിക്കും ഡയറ്റീഷ്യൻ. ഒരു ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് സ്ഥാപനത്തിന്റെയൊക്കെ പേരില് ഫുഡ് പർച്ചേസ് ചെയ്യാനായിട്ട് ബാധ്യതയുള്ള ഒരാളായിരിക്കും ഡയറ്റീഷ്യൻ. നമ്മളൊരു സ്ഥാപനത്തില് അവർക്ക് വേണ്ടി ഫുഡ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ പറയാ, ഡയറ്റീഷ്യന്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തിന് അതിനുള്ള ഒരു ബാധ്യതയുണ്ട്. അപ്പൊ അദ്ദേഹം നോക്കി എന്തൊക്കെ അവരുടെ ആഹാരത്തിലേക്ക് ഉൾപ്പെടുത്തുന്നതൊക്കെ നോക്കി എല്ലാവരും അനുസരിച്ച് ഫുഡ് പർച്ചേസ് ചെയ്യാനും അദ്ദേഹത്തിന് ഒരു ബാധ്യതയുണ്ട്. ഇതെല്ലാം ആ പാരഗ്രാഫ് ഫുള്ളും ഡയറ്റീഷ്യനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ ആ റുട്ടീനില് എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങള് നമുക്ക് എക്സ്ട്രാ ഇംപ്ലിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ചേഞ്ച് നമ്മളിപ്പോ കഴിക്കുന്ന നമുക്ക് വേണ്ടാത്ത സാധനം ചിലപ്പോൾ നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ നോക്കിയിട്ട് അതെന്തൊക്കെയാണ് നമ്മുടെ ആഹാരത്തിൽ നിന്ന് മാറ്റേണ്ടത്, അങ്ങനെ അത് ചേഞ്ച് ചെയ്യാനും കഴിവുള്ള ഹെൽത്ത് പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ചികിത്സാ സംബന്ധമായിട്ടുള്ളത് അതൊരു പർട്ടിക്കുലർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുടെ ആവട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലെയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെയോ ഒക്കെ ആളുകൾക്ക് ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഒരാളുകൾക്കോ ഒക്കെ ഫുഡ് ചികിത്സാ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റു ഡയറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അദ്ദേഹം മാനേജ് ചെയ്യുന്നു. പിന്നെ പറഞ്ഞേക്കുന്നത് അതിനകത്ത് എന്താണ്, ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിന് സെലക്ട് ചെയ്യുന്നതിന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. പിന്നെ നമ്മുടെ ന്യൂട്രീഷൻ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചുമതലകൾ അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഒരു ഓർഗനൈസേഷന്റെയോ സ്ഥാപനത്തിന്റെയോ ഒക്കെ പേരില് ഫുഡ് പർച്ചേസ് ചെയ്യാനും ബാധ്യതയുള്ള ആളായിരിക്കും ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ, ഡയറ്റീഷ്യൻ ആരാണെന്നുള്ളത് നോട്ട് ചെയ്തത് ഫസ്റ്റ് പറഞ്ഞിരുന്നത്. പിന്നെ അദ്ദേഹം ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കാം. ഇനി വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്? ഒരു ഡയറ്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണ്? ഓക്കെ, എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ സസ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ നിലനിർത്തുക. A balanced diet
and keeping in consideration to meet all the essential nutrients needed by the body. നമുക്കപ്പോ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈല്, നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത ശൈലി നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എന്താ പറഞ്ഞേക്കണേ, and keeping in consideration to meet all the essential nutrients needed by the body. നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും നമ്മൾ കൺസിഡർ ചെയ്യുന്നതിലൂടെയും നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിലനിർത്തുന്നതിലൂടെയും നമുക്കൊരു നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത ശൈലി നേടിയെടുക്കാൻ പറ്റും. മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ പറയുക, മെയിൻറ്റെയിൻ, സസ്റ്റെയിൻ ഒരേ മീനിങ് ആണ്. മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്തുക. ഓക്കെ, അത് തന്നെ. സസ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, നിലനിർത്തുക എന്നുള്ളതാട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ നിലനിർത്താൻ പറ്റും ഈ നല്ലൊരു ജീവിതം? നമ്മൾക്ക് എല്ലാവരും നമ്മുടെ ഓരോ ജീവിത ശൈലികളാണ് അല്ലെ. നമ്മളിപ്പോ ഞാൻ കഴിക്കുന്ന ഫുഡ് ആയിരിക്കില്ല നിങ്ങൾ കഴിക്കുന്നത്. അപ്പൊ നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ജീവിത ശൈലി നമുക്ക് എങ്ങനെ നിലനിർത്താൻ പറ്റും? നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റിലൂടെ. ബാലൻസ്ഡ് ഡയറ്റ്, എന്താ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയണേ? സമീകൃത ആഹാരം, മലയാളം ആട്ടോ. സമീകൃത ആഹാരം, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ശരിയായ അളവില് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഓക്കെ, ശരിയായ അളവില് എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും ഉൾപ്പെടുന്നതാണ് ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് നിലനിർത്തുക. അതായത് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസ്, എല്ലാ ഫുഡ് ഗ്രൂപ്പും ശരിയായ അളവിലുള്ളതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. സമീകൃത ആഹാരം എന്ന് പറയുന്നത് അതിന് ശരിക്കും എന്താ ബാലൻസ്ഡ് ഡയറ്റ് 7 കമ്പോണൻസ് ഉള്ളത്. 7 കമ്പോണൻസ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് വേണം, നോട്ട് ചെയ്യാനല്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. 7 കമ്പോണൻസ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബേഴ്സ്, വാട്ടർ. ഇതാണ് 7 കമ്പോണൻസ്, 7 എസെൻഷ്യൽ കമ്പോണൻസ്. ഈ 7 കമ്പോണൻസും ശരിയായ അളവിലുള്ളതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. ഏതൊക്കെയാ? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഫൈബർ ഉണ്ട്, വാട്ടർ ഉണ്ട്. അങ്ങനെ 7 കമ്പോണൻസ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ബാലൻസ്ഡ് ഡയറ്റ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. അപ്പൊ ഇതെല്ലാം കറക്റ്റ് അളവിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ നിലനിർത്തുന്നതിലൂടെയും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് ഇപ്പൊ നമ്മൾ പ്രോട്ടീൻ മാത്രം കഴിച്ചാൽ പോരാ, നമ്മൾ എല്ലാ ന്യൂട്രിയൻസും 7 എണ്ണം നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ. ഇത് ഏതൊക്കെയാണ്? ഏതാണ്? 7 കമ്പോണൻസ് ആണോ? ഇത് ടെക്സ്റ്റിൽ ഇല്ല കേട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ല, ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞെന്നുള്ളൂ. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്. ഫാറ്റ് ഉണ്ട്, ഫാറ്റ്. പ്രോട്ടീൻ ഉണ്ട്. വൈറ്റമിൻസ്, വിറ്റാമിനുകൾ, വൈറ്റമിൻസ്. മിനറൽസ് ഉണ്ട്, മിനറൽസ്. ഫൈബർ, നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്ന് പറയില്ലേ നമ്മള്, കൊടപ്പൻ, പിങ്കി, അങ്ങനെയുള്ള സംഭവങ്ങള്. ഫൈബേഴ്സ് ഉണ്ട്. വാട്ടർ ഉണ്ട്, വാട്ടർ. ഇതാണ് 7 കമ്പോണൻസ് പറയുന്നത്. ഇതെല്ലാം അടങ്ങിയിട്ടുള്ള, എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ നിലനിർത്തുന്നതിലൂടെയും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും നമ്മൾ പരിഗണിക്കണം. അതിന് നിങ്ങൾ എല്ലാ ദിവസവും ഓരോ തരത്തിലുള്ള ഭക്ഷണമാണോ കഴിക്കണേ? ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാ ദിവസവും പുട്ട് ആണോ? അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇഡ്ഡലി, അങ്ങനെയാണോ? അല്ല, നമ്മൾ ഓരോ ദിവസം ഓരോ റെസിപ്പിയാണ്. നമ്മളിപ്പോ എല്ലാം വേണം, നമ്മുടെ ഇലക്കറികൾ വേണം. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നമ്മുടെ ആഹാരത്തിന് ഇലക്കറികൾ, ചീരയോ മുരിങ്ങയോ അങ്ങനെയുള്ളതൊക്കെ വേണം. പിന്നെ ഫൈബേഴ്സിന്റെ കണ്ടന്റ് ഉള്ളത്, കൊടപ്പൻ, പിങ്കി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാറുണ്ടോ? ഇതിപ്പോ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇപ്പത്തെ തലമുറയില് ഞാൻ ചോദിക്കുന്നേ. കഴിക്കാറുണ്ടോ? ആർക്ക് വേണം അല്ലെ കൊടപ്പനൊക്കെ? പിള്ളേര് പ്രത്യേകിച്ച്
എന്റെ മക്കളടക്കം കുടപ്പിന് വീട്ടിലേക്ക് കൊണ്ടുപോയി അവർക്കൊന്നും വേണ്ട അല്ലെ. നമ്മുടെ പണ്ടത്തെ അതാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാം. നമ്മുടെ പണ്ടുള്ള ആളുകൾ വെച്ച് നോക്കുമ്പോ നമുക്ക് അത്ര ആരോഗ്യം ഉണ്ടാവും അല്ലെ. നമ്മുടെ അപ്പാപ്പന്മാരും അച്ചാപ്പന്മാരും അവരുടെ അമ്മാമ്മമാരും ഒക്കെ ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുക. എന്താ അവർ നല്ല ഫുഡാ കഴിക്കുന്നേ. നല്ല ഫുഡ് എന്ന് വെച്ചാൽ വിഷാംശം ഒന്നും ഇല്ലാത്തത്, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേന, കപ്പ, കാച്ചില് അല്ലെ, അങ്ങനെയുള്ള. അതെന്താന്ന് എന്താ ചോദിച്ചേ? ഓക്കെ. എന്തായാലും അങ്ങനെയുള്ള നല്ല ഫുഡുകളാണ് അവര് കഴിക്കുന്നത്. ഇപ്പോഴും എല്ലാവർക്കും വേണോ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് വേണോ? എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡാണ് അല്ലെ. എല്ലാ ദിവസവും ചിക്കൻ, എല്ലാ ദിവസവും മീറ്റ്. ചിക്കൻ ഇല്ലാതെ കഴിക്കൂല, ഭക്ഷണം കഴിക്കൂല. പച്ചക്കറികൾ നമ്മുടെ ആഹാരത്തിൽ നിന്ന് പാടെ ഒഴിവാക്കി. അതൊക്കെയാണ് ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം അല്ലെ. നമ്മള് പണ്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഒത്തിരി അസുഖങ്ങളില്ലേ? ഇല്ലേ? അത് കുറയുമ്പോ നമ്മുടെ ഭക്ഷണക്രമത്തിൽ നിന്ന് തന്നെയാണ്. നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഭക്ഷണമൊക്കെ പച്ചക്കറികൾ നട്ടും സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കണ്ടോ? ഇല്ല. നമ്മള് ഇഷ്ടംപോലെ പൈസ ഉണ്ട് എന്നെല്ലാ കടയിൽ പോകുന്നു, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുന്നു, നമ്മൾ മേടിക്കുന്നു. പക്ഷെ അതൊക്കെ നമ്മളെ നന്നാക്കാൻ വേണ്ടിയാണോ? അല്ലെ. വിഷാംശം അവർക്കുടെ കൃഷി ജീവിതത്തെ ആവാതിരിക്കാൻ നല്ല വിഷാംശമുള്ള സാധനങ്ങളൊക്കെ കളിച്ചാണ് അവര് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. നമ്മൾ അത് പോയി മേടിച്ച് അത് കഴിച്ച് അല്ലെ. അപ്പൊ നമുക്ക് പറ്റുന്നവരൊക്കെ നമ്മുടെ വീട്ടില് സ്ഥലമുള്ളവരോ ഒക്കെ ആണെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നൽകുക. നല്ല ഭക്ഷണം നമുക്കത് എന്താ പറയുക, നമ്മുടെ മക്കൾക്കാണെങ്കിലും എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന നിർബന്ധമായിട്ട് അവരെ കൊണ്ടാണെങ്കിലും കഴിപ്പിക്കണം. നമ്മള് പച്ചക്കറികളും ഇലക്കറികളും 2-3 ദിവസം നമുക്ക് ആഴ്ചയിൽ ഇലക്കറികൾ ഇടാം. അതുപോലെ കടല, പയർ അങ്ങനെയുള്ളത് വേണം. മീനുകൾ കഴിക്കണം. എല്ലാം വേണം. എല്ലാ ഐറ്റംസും നമ്മൾ ഉൾപ്പെടുത്തണം. നമ്മൾ ഓരോ ദിവസമൊക്കെ മാറി മാറി ഭക്ഷണങ്ങൾ എല്ലാം ഒരുപോലെ ഉണ്ടാക്കാതെ മാറിയൊക്കെ എല്ലാ ഫ്രൂട്ട്സുകളാണെങ്കിലും ഒക്കെ നമ്മൾ പാല്, മുട്ട ഇതൊക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തി. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു നല്ലൊരു ജീവിതശൈലി, ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ഡാഷ്. എങ്ങനെയാ? ഒബ്റ്റെയിൻഡ് ബൈ സസ്റ്റൈനിങ് എ ബാലൻസ്ഡ് ഡയറ്റ്. Okay, sustaining a balanced diet. ഇനി നോക്കി, a proper meal plan help to achieve ideal body weight. കണ്ടോ? ഒരു നല്ലൊരു മീൽ പ്ലാൻ നമ്മളെ എന്തിനെ സഹായിക്കുന്നു? ടു അച്ചീവ് ഐഡിയൽ ബോഡി വെയിറ്റ്. നമ്മുടെ ബോഡി വെയിറ്റ് ഐഡിയൽ എന്ന് പറഞ്ഞാൽ നോർമൽ ആക്കി നിർത്താൻ നമ്മെ സഹായിക്കും. നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ആക്കി നിർത്താനായിട്ട് നല്ലൊരു മീൽ പ്ലാൻ നമ്മെ സഹായിക്കും. നമ്മൾ ഫുള്ള് വാരി വലിച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാല് ഒത്തിരി നമ്മള് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ആണെങ്കിൽ കൂടുതലുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് വാരി വലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭയങ്കര വെയിറ്റ് വരൂല, ഓവർ വെയിറ്റ് വരും അല്ലെ. ഓവർ വെയിറ്റ് വരൂലേ. അപ്പൊ നമ്മുടെ ഈ നല്ലൊരു മീൽ പ്ലാൻ നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ആക്കി നിർത്താൻ സഹായിക്കും. ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് മതി അല്ലെ. നമുക്ക് ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് മതി, ഓവർ വെയിറ്റ് വേണ്ട. അപ്പൊ നമുക്ക് ബോഡി വെയിറ്റ് നോർമൽ ആക്കി നിർത്താനും പിന്നെ ആൻഡ് ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ആൻഡ് അതർ ടൈപ്പ് ഓഫ് ക്യാൻസർ, ഒബീസിറ്റി അതൊക്കെ വരണം. ഓക്കെ. ഇനി അപ്പൊ നമ്മുടെ ബോഡി വെയിറ്റ് നമുക്ക് നോർമൽ ആക്കി നിർത്താനും പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസ്. ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? വിട്ടുമാറാത്ത രോഗങ്ങളൊക്കെ ഇല്ലേ, ഡയബറ്റീസ് അല്ലെ. നമ്മൾ കുറെ മധുരമുള്ളതൊക്കെ വലിച്ചോ അത് കഴിച്ചോ നമുക്ക് പ്രമേഹം വരും അല്ലെ. ഒരു പ്രായം കഴിഞ്ഞ് ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു അസുഖമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഡയബറ്റീസ് നിങ്ങളുടെ വീട്ടിലില്ലേ? ഒരാൾക്കെങ്കിലും ഇല്ലേ? ഷുഗർ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെന്ന്? ഇതും നമ്മുടെ ഭക്ഷണം ഇതും കൊണ്ടാണ്. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഉണ്ടാവും. വീട്ടിൽ അച്ഛനുണ്ട് കേട്ടോ ഷുഗർ ഉണ്ട്. അപ്പൊ അത് കൺട്രോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ല എങ്കിലും അവർക്കും ഉണ്ടാവുമല്ലോ. ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കഴിക്കാനായിട്ട് കുറച്ച് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ എന്താ പറയാ, ഇങ്ങനെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങൾ, ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ, നമുക്ക് ഹൃദയധമനികൾ, ഹൃദയ സംബന്ധമായിട്ടുള്ളത്, മറ്റുള്ള തരത്തിലുള്ള ക്യാൻസറുകൾ, ഇങ്ങനെയുള്ള ആ വിട്ടുമാറാത്ത രോഗങ്ങൾ, അതിന്റെ സാധ്യതയിലെ അതിന്റെ റിസ്ക്, അപകടം കുറയ്ക്കാനും നമുക്ക് ഏതിലൂടെ പറ്റുന്നു? ഒരു പ്രോപ്പർ മീൽ പ്ലാനിലൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മളെ മീൽ പ്ലാൻ ഹെൽപ്പ് ചെയ്യുന്നു. അത് രണ്ടും നോട്ട് ചെയ്തതാണ് കേട്ടോ.
a proper meal plan help to achieve ideal body weight. നമ്മുടെ ബോഡി വെയിറ്റ് നമുക്ക് നോർമൽ ആക്കാനും നമുക്ക് ഇങ്ങനെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങൾ അതിന്റെ അപകട സാധ്യതയിലെ കുറയ്ക്കാനും പറ്റുന്നു മീൽ പ്ലാനിലൂടെ, നല്ലൊരു മീൽ പ്ലാനിലൂടെ. ഓക്കെ, ഇനി നമുക്ക് പറയുന്നത് പലതരത്തിലുള്ള ഡയറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നിന്ന് 2 ലൈനും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ സസ്റ്റൈനിങ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ, പിന്നെ അതിനകത്ത് ഒരു പ്രോപ്പർ മീൽ പ്ലാൻ നമ്മളെ എന്തിനു സഹായിക്കുന്നു? നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ആക്കി നിർത്താനും പിന്നെ ഇങ്ങനെയുള്ള ക്രോണിക് ഡിസീസുകൾ അതിന്റെ റിസ്ക് നമുക്ക് കുറയ്ക്കാനും പറ്റും. ഓക്കെ, നമ്മള് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഫുഡൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യണം അല്ലെ, അങ്ങനെയുള്ളത്. അത് നമ്മുടെ ഭക്ഷണം ഇതും കൊണ്ട് വരാം, പിന്നെ ചിലർക്ക് പാരമ്പര്യമായിട്ടും വരാം, എങ്കിലും നമ്മളത് ഫുഡിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ഇനി പലതരത്തിലുള്ള ഡയറ്റുകളാണ് ഈ പറയുന്നത്. ഇത് ശ്രദ്ധിച്ചേ, ഇതിനകത്ത് 7 ടൈപ്പ് പറയുന്നുണ്ട്. കാർഡിയാക് ഡയറ്റ് ഉണ്ട്, റീനൽ ഡയറ്റ് ഉണ്ട്, DIET എന്നാണ് കേട്ടോ അത്, റീനൽ DIET ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ് ഉണ്ട്, സോഫ്റ്റ് ഡയറ്റ് ഉണ്ട്, ഡയബറ്റിക് ഡയറ്റ് ഉണ്ട്, ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഉണ്ട്, ലിക്വിഡ് ഡയറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് ഓരോന്ന് നോക്കാം. കാർഡിയാക് ഡയറ്റ്, കാർഡിയാക് എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയ സംബന്ധമായിട്ടുള്ള അല്ലെ. അപ്പൊ നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം, അതാണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹൃദയത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാർഡിയാക് ഡയറ്റ്. Cardiac diet aims to reduce the risk of cardiovascular disease. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതിന്റെ റിസ്കിനെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ് കാർഡിയാക് ഡയറ്റ്. ഇത്രയും ഓർത്ത് വെക്കുക. കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന? ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണക്രമം കാർഡിയാക് ഡയറ്റ്. ഇതിനെ ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാർഡിയാക് ഡയറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹാർട്ട് ഹെൽത്തി ഡയറ്റ്. നമ്മുടെ സോഡിയത്തിന്റെ അളവ്, ഫാറ്റ്, കൊളസ്ട്രോൾ ഇതിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പൊളിച്ച് ഹൃദയത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. അപ്പൊ അവരെങ്ങനെ എന്താ പറയാ, അങ്ങനെയുള്ള എന്താ പറയാ അധികം ഫാറ്റ് ആയിട്ടുള്ളത് എണ്ണയിൽ വറുത്തതോ പൊരിച്ചതോ അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കണം. പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഇതുപോലെ നമുക്ക് ഇലക്കറികളൊക്കെ അവരുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ ക്യാരറ്റ് ഇതൊക്കെ നല്ലതാണ്, അങ്ങനെയുള്ള ഭക്ഷണക്രമം. ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഹാർട്ടിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ് കാർഡിയാക് ഡയറ്റ്. അതിനറിയപ്പെടുന്ന പേര് ഹാർട്ട് ഹെൽത്തി ഡയറ്റ്. അതൊന്നും എഴുതി വെച്ച വേണമെങ്കിൽ. കാർഡിയാക് ഡയറ്റ് ഈസ് നോൺ ആസ് ഹാർട്ട് ഹെൽത്തി ഡയറ്റ്. ഇനി അടുത്തത് റീനൽ ഡയറ്റ് ആണ്. റീനൽ ഡയറ്റ്. റീനൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഓർ കിഡ്നി ഡയറ്റ്. കിഡ്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ വൃക്കകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം റീനൽ ഡയറ്റ് ഓർ കിഡ്നി ഡയറ്റ്. അതും എഴുതി വെച്ചോ. ചിലപ്പോ കിഡ്നി ഡയറ്റ് എന്നായിരിക്കും ചോദിക്കാം. റീനൽ ഡയറ്റ് ഓർ കിഡ്നി ഡയറ്റ്. ഓക്കെ, ഇപ്പൊ വല്ല കിഡ്നി രോഗങ്ങളൊക്കെ വരുന്നവര്, ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നവര്, ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാണ്ട് കേട്ടോ. ഇനി ഡയറ്റ് കഴിഞ്ഞ് അടുത്ത ചാപ്റ്റർ ഡയാലിസിസ് ആണ്. ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അന്നേരം നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം. എന്തായാലും നമ്മുടെ കിഡ്നി നോർമൽ ഫങ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ കിഡ്നികൾ ചെയ്യുന്ന അതേ പ്രവർത്തനം ഒരു മെഷീന്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ്, കിഡ്നി രോഗം വന്ന് നമ്മൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ്, കിഡ്നിക്ക് വല്ല രോഗങ്ങളുള്ളവർക്കൊക്കെ കൊടുക്കുന്നതാണ് ഏത്? റീനൽ ഡയറ്റ്. അത് എന്തിനെ സംരക്ഷിക്കണം? നമ്മുടെ കിഡ്നിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. അതെന്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാ? കിഡ്നിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. റീനൽ ഡയറ്റ് അല്ലെങ്കിൽ കിഡ്നി ഡയറ്റ് എന്ന് പറഞ്ഞാൽ കിഡ്നിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. ഓക്കെ, കിഡ്നി ഡിസീസ് ആയിട്ടുള്ളവർക്ക്, ഡയാലിസിസ് ചെയ്യുന്നവർക്കൊക്കെ റീനൽ ഡയറ്റ് ഡോക്ടർ നിർദ്ദേശിക്കും. ഇനി അടുത്തതാണ് ലോ സോഡിയം ഡയറ്റ്. ലോ സോഡിയം എന്ന് പറഞ്ഞാൽ എന്താ? സോഡിയത്തിന്റെ അളവ്
കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. ആർക്കാ സോഡിയത്തിന്റെ അളവ് കുറയ്ക്കണ്ടേ? എങ്ങനെയുള്ളവർക്ക്? ബി പി ഉള്ളവരല്ലേ? അല്ലേ? ബ്ലഡ് പ്രഷർ, ബി പി കൂടുതലാണെങ്കിൽ നമ്മൾ സോഡിയം കുറയ്ക്കണ്ടേ? റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് സോഡിയം ഇൻ ദ ഡയറ്റ്. അതാണ് സോഡിയത്തിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ള ഭക്ഷണക്രമമാണ് ഏതെന്ന് പറയുന്നത് ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത്. ഇത് ആർക്ക്? ഹൈ ബി പി ഉള്ളവർക്കൊക്കെ കൊടുക്കുന്നതാണ് ലോ സോഡിയം ഡയറ്റ്. അവർക്ക് ലോ സോഡിയം ഡയറ്റ് ആണ്. അതെ, ഇതിൽ നിന്ന് അറിയാലോ ലോ സോഡിയം ഡയറ്റ് എന്ന് പറഞ്ഞാൽ സോഡിയത്തിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ള ഭക്ഷണക്രമം. ഓക്കെ, ബി പി ഒക്കെ ആണെങ്കിൽ ലോ സോഡിയം ഡയറ്റ് ആണ് പറയുന്നത്. റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് സോഡിയം ഇൻ ദ ഡയറ്റ്. സോഡിയം കുറയ്ക്കണം. റെഡ്യൂസ് the amount of oxygen in their diet. നമുക്ക് സോഡിയം reduce the amount of sodium. സോഡിയം കേട്ടോ, സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. ഇനി അടുത്തതാണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. അതായത് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ് ആയിട്ട് ഇത് എപ്പോഴാ പറയുന്നത് അറിയോ? സോഫ്റ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. അതാണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് അബ്ഡോമൻ, വയറിൽ എന്തെങ്കിലും വയറുവേദനയായിട്ടൊക്കെ ചെയ്യാണ്, നമുക്ക് ഇതുപോലെ തന്നെ സർജറി, അത് ഒന്ന് നോട്ട് ചെയ്തത് കേട്ടോ. സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഒക്കെ ഡോക്ടർ പ്രിഫർ ചെയ്യുന്നതാണ് സോഫ്റ്റ് ഡയറ്റ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. Its diet is used after surgery. സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ദഹിക്കാനായിട്ട്, നമുക്ക് വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ പറയുന്നതാണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡോക്ടർ എന്താ പറയാ? ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചോളാൻ പറയൂ അല്ലെ? ഇച്ചിരി കഞ്ഞിയോ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളോ ബ്രെഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, റസ്കോ, 2 ഇഷ്ടം റസ്കോ, അങ്ങനെ എന്തെങ്കിലും കഴിച്ചോളാനാ പറയുന്നത് അല്ലെ? പെട്ടെന്ന് അവർക്ക് എന്താ പറയാ, ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, ഡൈജഷൻ ഒന്നും ശരിയാവില്ല, സർജറി കഴിഞ്ഞോളൂ. അപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പ്രിഫർ ചെയ്യുന്നതാണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സോഫ്റ്റ് ഇൻ ടെക്സ്ചർ, പെട്ടെന്ന് കഴിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണൊക്കെയാണ് അവിടെ പറയുന്നത് സോഫ്റ്റ് ഡയറ്റില്. ഓക്കെ, സോഫ്റ്റ് ഡയറ്റ്. അല്ലാതെ നമ്മൾ സർജറി കഴിഞ്ഞ് അപ്പൊ തന്നെ ഡോക്ടർ പറയോ പോയി ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറയോ? അങ്ങനെ പറയാറുണ്ടോ? ഉണ്ടോ? സർജറി ഒക്കെ എന്തെങ്കിലും കഴിഞ്ഞില്ലേ പോയി ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് എന്നാണ് പറയുന്നേ. മിക്കവാറും തന്നെ ഡെലിവറിക്കൊക്കെ സർജറി ഒക്കെ ചെയ്തവരുണ്ടാവുമല്ലോ അല്ലെ? സിസേറിയനൊക്കെ ചെയ്തവരുണ്ടാവും അല്ലേ? എന്താ പറയാ, സർജറി ഒക്കെ കഴിഞ്ഞ് വരുമ്പോ സോഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചോ അല്ലെ? സോഫ്റ്റ് ആയിട്ട് ഒരു ബണ്ണോ ചായയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചോളാനാ പറയുന്നത്. സർജറിക്ക് ശേഷം നമ്മൾ പെട്ടെന്ന് ദഹിക്കാൻ എളുപ്പത്തിനുള്ള ഇതിനൊക്കെയാണ് സോഫ്റ്റ് ഡയറ്റ് പറയുന്നത്. കഞ്ഞി കുടിച്ചോളാൻ പറയും അല്ലെ? കുറച്ച് കഞ്ഞി കുടിച്ചോ, അല്ലെങ്കിൽ ഇത്തിരി മണ്ണ് കഴിച്ചോ, ഇട്ട് കഴിച്ചോ, അങ്ങനെയൊക്കെ സോഫ്റ്റ്, പെട്ടെന്ന് നമുക്ക് ദഹിക്കാൻ എളുപ്പത്തിലുള്ള ഭക്ഷണങ്ങൾ. ഇനി അടുത്ത് നോക്കിയേ, അത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഫുഡ് കഴിക്കാം. അല്ല, അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ ഡോക്ടർ പറയും. അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഡൈജസ്റ്റീവ് പ്രോബ്ലം ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഡോക്ടർ സോഫ്റ്റ് ഡയറ്റാ പറയുന്നത്. സോഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാനാ പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തതാണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആർക്ക് കൊടുക്കുന്ന ഡയറ്റാ? ആർക്ക് കൊടുക്കുന്ന? ഡയബറ്റിസ് പേഷ്യന്റിന് അല്ലെ? പ്രമേഹ രോഗികൾക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ അവർക്ക് ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ്. മധുരമൊക്കെ കുറച്ച രീതിയിൽ, കാർബോഹൈഡ്രേറ്റ് ഒക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. എന്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാ? നമുക്ക് ഷുഗർ ഒക്കെ വരാതെ അല്ലെങ്കിൽ ഷുഗർ ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണക്രമം. ഡയബറ്റിക്സ് ഉള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ഭക്ഷണക്രമമാണ് ഡയബറ്റിക് ഡയറ്റ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ, ഡയറ്റ് ഈസ് എ ഡയറ്റ് ദാറ്റ് യൂസ്ഡ് ബൈ ദ പീപ്പിൾ വിത്ത് ഡയബറ്റിക്സ് ഉള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ഭക്ഷണക്രമം. ഇനി അടുത്താണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഹൈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചിലർക്ക് പ്രോട്ടീൻ കുറവായിരിക്കും, അപ്പൊ ഡോക്ടർ എന്ത് പറയും? എന്താണ്? പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കൊടുക്കാൻ പറയും അല്ലെ? ഹൈ കണ്ടെയ്ൻ ഫുഡ് റിച്ച് ഇൻ പ്രോട്ടീൻ. അവരുടെ ഡെയിലി റുട്ടീനിൽ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണക്രമം കൊടുക്കാൻ പറയും. ഓക്കെ, അതാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്.
പിന്നെ ലാസ്റ്റത്തെ ആണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഇനി ചില ആളുകൾക്കൊക്കെ ഇല്ലേ, നമ്മൾ തീരെ വയ്യാതെ കിടക്കുന്നവര്, നമ്മൾ 2 വീക്കിടെ ഒക്കെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നവർക്ക് ഈ ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ only കൺസപ്ഷൻ only ലിക്വിഡ് ഫുഡ്, ജ്യൂസ് ആയിട്ടോ സൂപ്പായിട്ടോ അങ്ങനെയൊക്കെ മാത്രം കൊടുക്കുന്നതാണ്. അവർക്ക് this person eat no solid food. സോളിഡ് ആയിട്ട് കട്ടിയരക്ക് ചവച്ചരയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണം ഒന്നും അവർക്ക് കഴിക്കാൻ പാടില്ല. only consume liquids such as soup or juice. സൂപ്പോ ജ്യൂസോ അങ്ങനെയൊക്കെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇത്രയൊക്കെയാണ് പലതരത്തിലുള്ള ഡയറ്റുകൾ. കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. റീനൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ കിഡ്നീനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. ലോ സോഡിയം ഡയറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ ഒക്കെ കൂടുതലും ഹൈ പ്രോട്ടീൻ പറയാം. ഓക്കെ, ഈ ലോ സോഡിയം എന്ന് പറഞ്ഞാൽ സോഡിയത്തിന്റെ അളവ് കൂടുതലുള്ള ഭക്ഷണക്രമം. നമുക്ക് ലോ സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുക, അതായത് ബി പി ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ബി പി കൂടുതലായിട്ടുള്ളവർക്ക് നമ്മൾ ഡോക്ടർ പറയുന്ന ഭക്ഷണക്രമം. ബി പി കൂടുതലാണ്, പ്രഷർ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുക, സോഡിയം കുറയ്ക്കാൻ പറയും അല്ലെ. സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. സോഫ്റ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർജറി ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ വയറ് സംബന്ധിച്ച എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറയുന്ന സോഫ്റ്റ് ഇൻഡെക്സ്, പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. ഡയബറ്റിക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡയബറ്റിക്സ് പേഷ്യൻസിന് കൊടുക്കുന്നതാണ്. അപ്പൊ അവരുടെ ആഹാരത്തില് ബ്ലഡ് ഷുഗർ ലെവല് കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ, ഇലക്കറികള്, പച്ചക്കറികള്, വെജിറ്റബിൾസ്, സലാഡുകള്, അതൊക്കെ അവരുടെ ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഇനി അടുത്തതാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത്. അതായത് ചിലർക്ക് പ്രോട്ടീൻ കുറവുള്ളവരുണ്ടാവും, ഭക്ഷണത്തിൽ പ്രോട്ടീൻ കുറവുള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം അവിടെ ഉൾപ്പെടുത്തണം. പാല്, അതൊക്കെ അങ്ങനെയുള്ള ഭക്ഷണം അവർക്ക് കൊടുക്കണം. അതാണ് പ്രോട്ടീൻ കൂടുതൽ ഉള്ള ഭക്ഷണം. ഓക്കെ, പ്രോട്ടീൻ കുറഞ്ഞവർക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണക്രമം അതിനകത്ത് ഉൾപ്പെടുത്തണം. പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം അവർക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള ഭക്ഷണം ഒന്നും കഴിക്കാൻ പാടില്ല. അവർക്ക് ഏതാണ് ഓൾറെഡി കൺസ്യൂം ഏതാണ് ലിക്വിഡ് ഫുഡ്. സൂപ്പായിട്ടോ, സൂപ്പുകളില്ലേ, സൂപ്പ് കുടിച്ചിട്ടുണ്ടോ, സൂപ്പായിട്ടോ അല്ലെങ്കിൽ ജ്യൂസുകളായിട്ടോ മാത്രമാണ് അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഏത് തരത്തിലുള്ള ഡയറ്റ് ആണ് കേട്ടോ ഡയറ്റുകൾ. ഇനി വരുന്നത് ലൊക്കേഷൻ ആണ്. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, ഡയറ്ററി സർവീസ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ, ഡയറ്ററി സർവീസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത പാരഗ്രാഫ് ഡയറ്റീഷ്യൻ ആരാന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് പറഞ്ഞത് പലതരത്തിലുള്ള ഡയറ്റുകളാണ് പറഞ്ഞത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങി പറയുന്നതാണ്. ഡയറ്ററി മീൻസ് ഓക്കെ പറയാം. ഡയറ്ററി സർവീസ് മീൻസ് providing food. It's providing food. It's providing food and drink to a patient. Food and drink to a patient according to an order. According to an order. ഇത്രയും മനസ്സിലാക്കി വെച്ച ഡെഫിനിഷൻ ആയിട്ടൊന്നും എക്സാമിന് ചോദിക്കില്ല. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ചോദിക്കാം, നമുക്ക് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഏതാണ്, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഡയറ്ററി സർവീസ് അങ്ങനെയേ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ ഡയറ്ററി സർവീസ് മീൻസ് പ്രൊവൈഡിങ് ഫുഡ്. അതിങ്ങനെ അങ്ങനെ അതിനായിട്ട് ബേസ് ചെയ്ത എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വേറെ എന്തെങ്കിലും പ്രൊവൈഡിങ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രൊവൈഡിങ് വേറെ നമ്മൾ ലോണ്ടറി അങ്ങനെയൊക്കെ ഹൗസ് കീപ്പിംഗ് അങ്ങനെ കുറെ സർവീസുകൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഇട്ട് തരാം.
അല്ലെങ്കിൽ ഫുഡും ഡ്രിങ്കും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ സർവീസ് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ അതിനകത്ത് നമുക്ക് ഡയറ്ററി സർവീസ് തരാം, ലോണ്ടറി ആൻഡ് ക്ലീനപ്പ് സർവീസ് തരാം, ഹൗസ് കീപ്പിംഗ് സർവീസ് തരാം, അങ്ങനെ പലതും ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഫുഡും ഡ്രിങ്കും ഒക്കെ തരുന്നത് ഡയറ്ററി സർവീസ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത്രയും മതി. പിന്നെ പലതരം 7 തരത്തിലുള്ള ഡയറ്റുകളൊന്ന് പറഞ്ഞത് ഒന്നുകൂടി പറയണോ? ഡയറ്ററി സർവീസ് മീൻസ് providing food, food and drink to a patient according to an order. Order അനുസരിച്ച് പേഷ്യൻസിന് ഫുഡും ഡ്രിങ്കും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ്. ഓക്കെ, ഇപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു, ഇനി അത് മറക്കൂല. ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഏതാ? ഹോസ്പിറ്റലിലെ സർവീസ് ഏതാ? ഡയറ്ററി സർവീസ്. ഓക്കെ, എന്താണ് ശബ്ദ മൊത്തത്തിൽ ചുരുക്കി പറയാമോ? ഇനി 1 മിനിറ്റ് എന്റെ മുന്നിലുള്ളൂ. നെക്സ്റ്റ് മാം അവിടെ വെയിറ്റിംഗ് ആണ്. ഏതാ നമ്മൾക്ക് ഡൗട്ട് വന്നേ? ഇതാണ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഡയറ്ററി സർവീസ് എന്താന്നാ പറഞ്ഞത് അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഫുഡും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് നല്ലൊരു ആരോഗ്യം നമ്മൾ നിലനിർത്തുക. ഇപ്പൊ അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിനെ കൺസിഡർ ചെയ്യുന്നുണ്ട് അവിടെ. ഒബ്ജക്റ്റീവ്സ് ആണോ? ഒബ്ജക്റ്റീവ്സിൽ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മള് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, പോഷകപ്രദമായിട്ടുള്ള, രുചികരമായിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക. അത് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. പിന്നെ ഡയറ്റ് പ്ലാനിങ് നമ്മൾ വിലയിരുത്തുക, അത് ആസൂത്രണം ചെയ്യുക. എങ്ങനെയൊക്കെ ഡയറ്റ് പ്ലാൻ ചെയ്യണം, ഡയറ്റ് ആസൂത്രണവും ഒക്കെയാണ്. ഭക്ഷണ ആസൂത്രണവും അതിന്റെ വിലയിരുത്തൽ, ഇവാലുവേഷനും. പിന്നെ അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ ഓരോരുത്തരുടെ ഭക്ഷണത്തിന് എത്രത്തോളം കലോറി ആവശ്യമുണ്ട് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രീഷണൽ പോഷകാഹാര ആസൂത്രണം കൺസിഡർ ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലിന് ന്യൂട്രീഷണൽ അസിസ്റ്റന്റ് കൊടുക്കുന്നത്. അതായത് ഓരോരുത്തരെയും ഓരോ ഇൻഡിവിജ്വലിനെയും കൺസിഡർ ചെയ്തിട്ടാണ് അവിടെ നമ്മൾ അവർക്ക് വേണ്ട ഡയറ്റ് പറയുന്നത്. അതാണ് ഇൻഡിവിജ്വലിന് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻപേഷ്യന്റ് ആയിട്ടുള്ളവർക്കും ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ളവർക്ക് ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. നല്ല ഭക്ഷണം എന്താണ്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങള്, നമ്മൾ നല്ല ഭക്ഷണശീലങ്ങള്, അല്ലെങ്കിൽ അത് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ഹെൽത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഭക്ഷണം, അങ്ങനത്തെ ഉള്ളതെല്ലാം കൗൺസിലിംഗും നൽകുന്നുണ്ട്. പിന്നെ ഡയറ്ററ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഭക്ഷണത്തെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. ആ ഡയറ്ററ്റിക്സിന് ഓരോ ഐറ്റത്തിനുള്ള ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഐറ്റത്തിനുള്ള ട്രെയിനിങ്. പിന്നെ ഡയറ്റീഷ്യൻ ആരാണ് പറഞ്ഞത്, അത് പറഞ്ഞു. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ആക്കാനും, നമുക്ക് ഇങ്ങനെയുള്ള റിസ്കുകൾ, ക്രോണിക് ഡിസീസുകളില്ല, അങ്ങനെയുള്ള റിസ്കുകളുടെ ഒക്കെ അപകട സാധ്യത കുറയ്ക്കാനും പറ്റും നമ്മൾ നല്ലൊരു മീൽ പ്ലാനിലൂടെ. പിന്നെ പലതരത്തിലുള്ള ഡയറ്റ് കുറച്ച് പറഞ്ഞോളൂ, ഒരു പേജ് ശരിക്കും കഷ്ടി പറഞ്ഞോളൂ. ഇനി അതാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇനിയുള്ളത് കുഴപ്പമില്ല, ആദ്യത്തെ മാത്രമേ ഉള്ളൂ ഇച്ചിരി ഇതായിട്ട്, ബാക്കിയെല്ലാം പോയിന്റ്സ് ആണ്. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് മൺഡേ നോക്കാം കേട്ടോ. ഓക്കെ.